ഹീറോ എന്ന് പറയുന്ന ടൂ വീലർ കമ്പനിയുടെ ഷോറൂമിലാണ്, കാലിക്കറ്റിൻ്റെ ഷോറൂമിലാണ്. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഹീറോൻ്റെ ഏറ്റവും പുതിയ ടൂ വീലറായ വിഡ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ 4 വീലർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ വീഡിയോസ് നിരന്തരം കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇത്രയും കാലം നമ്മൾ 4 വീലർ ആയിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 വീലറിലേക്ക് കടക്കുകയാണ്. 2 വീലറും ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. സോ ഇതാണ് ഫസ്റ്റ് ഒരു വണ്ടി എന്ന് പറയുന്നത്. ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡ്രൈവ് വീഡിയോ ഒന്നല്ല, ഫുൾ ഒരു കുറച്ച് കാലത്തേക്ക് ഒരു സ്കൂട്ടറും ബൈക്കും എല്ലാം തന്നെ ഞാൻ വാക്ക് അറൗണ്ട് ആയിരിക്കും കൊണ്ടുവരിക. അതിനുശേഷമായിരിക്കും ഞാൻ ഫുൾ ഡ്രൈവ് വീഡിയോ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. സോ നമുക്ക് ഏറ്റവും പുതിയ വിഡ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറെ നമുക്കൊന്ന് നേരിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വരുന്നത് ഹീറോൻ്റെ പ്രീമിയം സെക്ഷനിലായതുകൊണ്ട് തന്നെ പ്രീമിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങിലാണ് ഈ ഒരു സ്കൂട്ടർ വിൽക്കുന്നതെല്ലാം. നമ്മൾ ഹോണ്ടയിൽ ബിഗ് വിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഒരു പ്രീമിയം വണ്ടികൾ വിൽക്കുന്ന ഒരു സെക്ഷൻ. അതേപോലെ തന്നെ ഹീറോയിൻ്റെ ഒരു പ്രീമിയം വണ്ടികൾ വിൽക്കുന്ന ഒരു സെക്ഷനാണ് പ്രീമിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അപ്പോൾ ആ ഒരു ബ്രാൻഡിലാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ വരിക. അപ്പോൾ നമുക്ക് നേരെ ഈ വിഡ എന്ന് പറയുന്ന ഹീറോൻ്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിനെ നമുക്ക് നേരിട്ടൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഏറ്റവും പുതിയ ഹീറോൻ്റെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് വിഡ. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ, ഞാൻ ഈ ഒരു അടുത്താണ് ഞാൻ ഈ ഒരു സ്കൂട്ടറെ പറ്റി അറിയുന്നതൊക്കെ തന്നെ. ഇത്രയും കാലം നമ്മുടെ വിപണിയിലുണ്ടായിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ മികച്ച ബ്രാൻഡഡ് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നതും എനിക്ക് തോന്നുന്നത് 3 ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഒന്ന് ഏതർ, അതുപോലെ തന്നെ ബജാജിൻ്റെ ചേതക്. ഇതായിരുന്നു ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിപ്പെടുത്താവുന്നത്. ഇപ്പോൾ ഹീറോ അവർ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കിയിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് വിഡ എന്ന് പറയുന്നത്. വിഡ V1 Pro ആണ് ഈ ഒരു കാണുന്ന വണ്ടി. അപ്പോൾ ലുക്ക് വൈസെല്ലാം തന്നെ നമുക്കൊരു പ്രീമിയം ടച്ചെല്ലാം നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സ്കൂട്ടറിൻ്റെ അവരെ സംബന്ധിച്ച് ഒരു പ്രീമിയം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഒരു ഡിസൈൻ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ലുക്ക് വൈസ് നമുക്ക് നോക്കാം. ലുക്ക് വൈസ് നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു പ്രീമിയം ടച്ചും ക്വാളിറ്റി എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ലുക്ക് വൈസ് നമുക്ക് ഫ്രണ്ട് നമുക്ക് നോക്കാം. ഇതാണ് ആ ഒരു വിഡ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഗാർഡാണ് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുക. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്മോക്ക് ട്രീറ്റ്മെൻറ്റോട് കൂടിയ LED ഇൻഡിക്കേറ്റർ യൂണിറ്റാണ് കാണുന്നത്. പിന്നെ ഒരു മിററിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ വിഡ എന്ന് പറയുന്ന ആ ഒരു ലോഗോ യൂണിറ്റാണ് കൊടുത്തത്. ആ ഒരു V ഷേപ്പ്ഡ് ഒരു ലോഗോ യൂണിറ്റാണ്. ഈ ഒരു സ്കൂട്ടറിൽ ഹീറോൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളൊന്നും കാണില്ല. കാരണം മൊത്തത്തിലൊരു വിഡ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങിലാണ് ഈ ഒരു സ്കൂട്ടർ മൊത്തത്തിൽ അറിയപ്പെടുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്കൂട്ടർ വൈറ്റ് കളറിലാണ്. ഇതിന് പുറമെ ഒരു റെഡ് കളറിലുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ചിലുണ്ട്, ഒരു ബ്ലൂവിലുണ്ട്. അങ്ങനത്തെ പല പല കളറിൽ നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. താഴേക്ക് വരുവാണെങ്കിൽ ഫുൾ ഒരു LED ഹെഡ് ലാമ്പ് ട്രീറ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ വളരെ അട്രാക്റ്റീവാണ്. ഇത് നമ്മുടെ DRL യൂണിറ്റ്. അതിൻ്റെ അകത്തായിട്ട് നമുക്ക് ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. ഫ്രണ്ടിൽ 2 ടെലിസ്കോപ്പിക് സസ്പെൻഷൻ യൂണിറ്റാണ് വന്നിരിക്കുന്നത്. യെസ്. പിന്നെ ടയർ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. ഏകദേശം 12 ഇഞ്ച് ടയർ സൈസോട് കൂടിയ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. 12 ഇഞ്ച് സൈസാണ് ടയറിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്, ഫ്രണ്ടും റിയറും. ഇതാണ് ഏറ്റവും പുതിയ വിഡ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഏകദേശം 1300 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് വരുന്നത്. ഏകദേശം 155 മില്ലിമീറ്റർ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം റഫ് റോഡിലൊക്കെ നമുക്ക് ഓടിക്കാൻ സാധിക്കും. പിന്നെ ഇതാണ് ആ ഒരു ലെഗ് റൂം, നമ്മൾ കാല് വയ്ക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പറയുകയാണെങ്കിൽ ഏകദേശം 780 mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്ന ഒരു റിയർ അല്ലെങ്കിൽ പാസഞ്ചർ പെഡലാണ് കാണുന്നത്. പിന്നെ V1 Pro എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. യെസ്. ഇനി ഇതാണ് ആ ഒരു V1 അല്ലെങ്കിൽ വിഡ എന്ന് പറയുന്ന ആ ഒരു സ്കൂട്ടറിൻ്റെ റിയർ പ്രൊഫൈൽ വരുന്നത്. റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രാബ് റെയിൽ എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് കാണാം. അതിന് താഴേക്ക് വരാണ് വിഡ എന്ന് പറയുന്ന ഒരു ലോഗോ യൂണിറ്റ്, അതിൻ്റെ ബാഡ്ജിങ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ആ ഒരു ടെയിൽ ലൈറ്റ്. ആ ഒരു നമ്മൾ ഹെഡ് ലാമ്പിൽ കണ്ട ഒരു സെയിം ഒരു ഡിസൈൻ രീതിയിലാണ് ടെയിൽ ലാമ്പ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 സ്മോക്ക്ഡ് ആയ ചെറിയൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റ്, വളരെ കുഞ്ഞൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റാണ്. റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു സസ്പെൻഷൻ യൂണിറ്റ് കാണാം.
റിയറിൽ ഒരു മോണോഷോക്ക് സസ്പെൻഷൻ യൂണിറ്റാണ് വന്നിരിക്കുന്നത്. റിയർ വീലിൽ നമുക്ക് സാധാരണ ഒരു ഡ്രം ബ്രേക്ക് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഇത്രയാണ് റിയറിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ കാര്യങ്ങളിലേക്ക് വരാം. മെയിൻ കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഒരു 7 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. വിട നല്ല രീതിയിൽ എന്താ പറയുക ഡിസൈനൊക്കെ ചെയ്ത് നല്ലൊരു ഡിസൈൻ തീമോടുകൂടിയാണ് ആ ഒരു ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളെ റിയർ ബ്രേക്ക് സിസ്റ്റമാണ്. പിന്നെ ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആ ഒരു ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഭാഗത്തുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളും ഇൻഡിക്കേറ്റർ സിസ്റ്റമൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഹോണ്. ഇത് പറയുന്നത് പാസ്, പെട്ടെന്ന് നമുക്ക് ഡിമ്മും ബ്രൈറ്റും ആക്കാനുള്ള ഒരു ബട്ടണാണിത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ക്ലസ്റ്റർ സെലക്ട് ചെയ്യാനുള്ളൊരു ബട്ടണാണ് ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു മുകൾ ഭാഗത്ത് കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ നാവിഗേഷൻ സെറ്റ് ചെയ്യാം. അത് നമുക്ക് മൊബൈലിൽ കൂടെ നമുക്ക് നാവിഗേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രിപ്പ് മീറ്റർ, ആവറേജ് സ്പീഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ രണ്ട് മുകളിലത്തെയും താഴത്തെയും ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹസാർഡ് ലാമ്പാണ്. ഇപ്പോഴത്തെ എല്ലാ വണ്ടികളിലും നമുക്ക് ഈ ഹസാർഡ് ലാമ്പ് സ്വിച്ച് കാണാം. ഹസാർഡിൻ്റെ സ്വിച്ച് ആണ്. നമുക്ക് 2 ഇൻഡിക്കേറ്റർ നമുക്ക് ഒരുമിച്ച് ഓൺ ആക്കാൻ പറ്റുന്ന ഹസാർഡ് സ്വിച്ച്. ഇത് നമുക്ക് സെപ്പറേറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബട്ടണാണ്. പിന്നെ ഇത് ഹോണിൻ്റെ സ്വിച്ച്. പിന്നെ വീണ്ടും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇത് ABS യൂണിറ്റിൻ്റെ ഒരു ABS ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു സംഗതിയാണ്. പിന്നെ ഇതാണ് നമുക്ക് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഏകദേശം ഇക്കോയിലാണ് നടക്കുന്നത്. ഇത് ഈ ഒരു മോഡ് സെലക്ട് ചെയ്ത് നമുക്ക് വണ്ടി ഓൺ ആക്കി കഴിഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എക്കോ, സ്പോർട്ട് അങ്ങനത്തെ മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. വണ്ടി ഓൺ ആവണമെങ്കിൽ നമ്മളെ സ്റ്റാൻഡും അതുപോലെ തന്നെ ബ്രേക്കെല്ലാം പിടിച്ചാൽ സ്റ്റാൻഡ് തട്ടിയിട്ടും ബ്രേക്ക് പിടിച്ചാലേ നമുക്ക് ഓൺ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള മോഡ് എക്കോ, റൈഡ്, സ്പോർട്ട്, പിന്നെ കസ്റ്റം. എക്കോ, റൈഡ്, സ്പോർട്ട് എല്ലാം തന്നെ നമ്മൾ മറ്റ് വണ്ടികളിൽ കാണുന്നത് തന്നെയാണ്. കസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എത്രത്തോളം സ്പീഡ് വേണം അത്രയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഇതിലും ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 80 km/h ആണ് ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ടോപ്പ് സ്പീഡ്. ഇതെന്ന് പറയുന്നത് എൻജിൻ കട്ട് ഓഫിൻ്റെ ഒരു ബട്ടണാണ്. നമുക്ക് പെട്ടെന്ന് എൻജിൻ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു കട്ട് ഓഫിൻ്റെ ബട്ടണാണിത്. ഇത് സോസിൻ്റെ ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാക്കിങ്ങോട് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാര്യം ഇതെന്ന് പറയുന്നത് നമ്മളെ ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിംഗ് ആണ്. അതായത് ഇത് നമ്മുടെ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ. ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ ഓണായി കിടക്കുന്നതാണ്. ഇത് പ്ലസ് മൈനസ്, ഇത് റീസെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇത് കൂട്ടാനും മൈനസ് ചെയ്യാൻ, ഇത് പ്ലസ് ചെയ്യാനും ഇത് മൈനസ് ചെയ്യാനും കൊടുത്തിരിക്കുന്ന 2 ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ആക്സിലേറ്റർ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സും നമുക്ക് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. അതായത് തിരിച്ച് നമ്മൾ സാധാരണ ആക്സിലേറ്റർ ഇങ്ങനെയാണല്ലോ, നമുക്ക് തിരിച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ളൊരു റിവേഴ്സിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് എഫേർട്ട്ലെസ്ലി നമുക്ക് പിന്നിലേക്ക് നമുക്ക് ഈ ഒരു വണ്ടിയെ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. പിന്നെ വിട എന്നുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ നമുക്ക് കാണാം. പിന്നെ ഇതെന്ന് പറയുന്നത് ചാർജിങ് പോർട്ടാണ് ഈ കാണുന്നത്. USB Type A ചാർജിങ് പോർട്ട് കാണാം. പിന്നെ ഇതാണ് ആ ഒരു എൻജിൻ അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓൺ ചെയ്യാനുള്ള ആ ഒരു സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ കാണുന്നത്. ആൻഡ് ഇതാണ് ആ ഒരു കീ വരുന്നത്. കീയിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ ഒരു കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വണ്ടി എവിടെയാണ് കിടക്കുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ബട്ടൺ. ഇത് നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ. ഇത് നമ്മളെ ലൈറ്റ് ഓൺ ചെയ്യാനുള്ള ബട്ടൺ. ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് ഇപ്പോൾ ആണെങ്കിൽ ഓൺ കാണിച്ചു തരാം. അല്ല, ലൈറ്റ് ഓണായി, ലൈറ്റ് ഓഫായി, ഓണായി, ഓഫായി. വാവ്, അങ്ങനത്തെ കുറച്ച് വ്യത്യസ്തമായൊരു കീ ആണ്. അതായത് ഒരു കുറച്ച് ഫീച്ചേഴ്സ് അധികം കൂടിയൊരു കീ ആണ്. കീൻ്റെ ഒരു ഷേപ്പും കണ്ടോ, നല്ല രസമുണ്ട്. കീൻ്റെ ഷേപ്പ് കാണാൻ കൊള്ളാം. പിന്നെ ഇവിടെ ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാഗൊക്കെ വേണമെങ്കിൽ കൊടുത്തിട്ട് പോകാനുള്ള ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം പോയി ഞാൻ കീ തൂക്കിയിടാം. പിന്നെ ഇതാണ് ആ ഒരു ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ചാർജിങ് പോർട്ട്. നമുക്കൊന്ന് കയറി നോക്കിയാൽ
കയറി ഇരുന്നാൽ അത്യാവശ്യം വേണ്ട ഒരു ലെഗ് റൂമും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ ലഭിക്കുന്നതാണ്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു കംഫർട്ടിലാണ് സീറ്റൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു റിയർ സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. സീറ്റ് നമുക്ക് 2 സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 2 സ്പ്ലിറ്റായ സീറ്റിംഗ് അറേഞ്ച്മെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് ആ ഒരു സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് ഏരിയയാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒരു ഹെൽമെറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ സാധിക്കും. പിന്നെ ഇതാണ് ആ ഒരു ബാറ്ററി പാക്ക് ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് ഇതൊരു സെപ്പറേറ്റ് അല്ല, ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കീ കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യണം. ഇതിൽ 2 ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 3.94 കിലോ വാട്ട് അവറിൻ്റെ 2 അതായത് രണ്ടും കൂടി 3.94 കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബാറ്ററി പാക്ക് ഏകദേശം 1.94 കിലോ വാട്ട് അവറിൻ്റെ 1.94 കിലോ വാട്ട് അവറിൻ്റെ ഒരു കപ്പാസിറ്റിയാണ് ഇതിൽ ഒരു ബാറ്ററി. ഇതിൽ 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് ഏകദേശം 3.94 കിലോ വാട്ട് അവറിൻ്റെ 2 ബാറ്ററി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ടൂളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൂളും പിന്നെ ഒരു കിറ്റും, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് അടയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 165 കിലോമീറ്ററാണ് ഇതിൻ്റെ കമ്പനി പറയുന്ന റേഞ്ച്. അതായത് കമ്പനി പറയുന്ന റേഞ്ചാണ് 165 കിലോമീറ്റർ. പക്ഷേ ഒരു ഏവറേജ് എങ്ങനെ പോയാലും ഒരു 110 കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വണ്ടിയിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2 ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 2 റിമൂവബിളായ ബാറ്ററി പാക്കാണ്. ഈ 2 ബാറ്ററി പാക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഹോം ചാർജർ അല്ലെങ്കിൽ സാധാ ചാർജറോട് നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം 5.5 മണിക്കൂർ, 5.5 ഒരു 6 മണിക്കൂർ കൂട്ടാം. ഒരു 6 മണിക്കൂർ എടുക്കും ഈ ഒരു 2 ബാറ്ററി പാക്കും ചാർജ് ആവാൻ വേണ്ടിയിട്ട്. അതായത് 0 to 80% ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 5.55 മണിക്കൂർ, അതായത് 5 മണിക്കൂർ 55 മിനിറ്റും ഈ ഒരു വണ്ടി എടുക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ നിഷ്പ്രയാസം നമുക്കൊരു ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് എത്തിക്കാൻ ഈ ഒരു വണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു വണ്ടിയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഒരു ലക്ഷറിയസ്, ഒരു പ്രീമിയം ടച്ചോട് കൂടിയ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വണ്ടി വീലിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടോ ഈ വണ്ടിയിൽ, ഒരു പ്രീമിയം ഒരു ടച്ചും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതറെല്ലാം തന്നെ കോമ്പറ്റീറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഹീറോ എന്ന ആ ഒരു ടൂ വീലർ കമ്പനി പുറത്തിറക്കുന്ന ഏറ്റവും പുതിയ ഇലക്ട്രിക് വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് 2 വീലേഴ്സ് ആയിരിക്കും ഈ ഒരു ചാനൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു അപ്ഡേറ്റ്സ് എല്ലാം കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഹീറോൻ്റെ ഒരു ഇലക്ട്രിക് വണ്ടി സ്വന്തമാക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.